ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് ഹോം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? സാധാരണ പുളിയിഞ്ചിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 5 ഡേറ്റ്സ് കൂടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു വെറൈറ്റി പുളിയിഞ്ചിയാണ്. വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ശർക്കര പാനി കൂടി വേണം. ആദ്യം ഡേറ്റ്സ് ഇത്തിരി പുളി കുതിർത്ത് വെച്ചതും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി കുതിർത്ത് വെച്ച പുളി ചേർക്കാം. അരച്ചെടുത്ത ഡേറ്റ്സ് കൂടി ചേർക്കാം. ഡേറ്റ്സ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഡേറ്റ്സ് ചേർക്കുമ്പോൾ തന്നെ പുളിയിഞ്ചി നല്ല കട്ടിയായി കിട്ടും. പുളിയിഞ്ചി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. പുളിയിഞ്ചി തയ്യാറായി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുപ്പിയിലാക്കി വെച്ചാൽ കുറച്ച് നാൾ കേടുകൂടാതിരിക്കും. പിന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർക്ക് പുളിയിഞ്ചിക്ക് ഒരുപാട് മധുരം ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർ ശർക്കരപ്പാനി കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. പുളിയിഞ്ചി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുമല്ലോ. താങ്ക്